കേരള രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ ഭാഗം 8. സംസ്ഥാന രൂപീകരണം കഴിഞ്ഞ് 3-ാം മാസം ഐക്യകേരളത്തിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. 1957 ജനുവരിയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോകസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ചാണ് പ്രഖ്യാപിച്ചത്. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടക്കുന്ന രണ്ടാമത്തെ പൊതുതെരഞ്ഞെടുപ്പും കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിരുന്നു അത്. 1957 ജനുവരി 1 മുതൽ 3 വരെ ആലുവയിൽ വെച്ച് നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള സംസ്ഥാന സമ്മേളനം കോൺഗ്രസ് ഇതര പാർട്ടികളും ജനാധിപത്യവാദികളായ സ്വതന്ത്രന്മാരുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കുവാൻ തീരുമാനിച്ചു. കോൺഗ്രസിന് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ PSPയുമായി ധാരണയിലെത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സന്നദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ PSPയുമായി നടത്തിയ തെരഞ്ഞെടുപ്പ് ധാരണാ ചർച്ചകൾ പരാജയപ്പെടുകയാണുണ്ടായത്. തിരുകൊച്ചി പ്രദേശത്തുള്ള 77 സീറ്റുകളിൽ 41-ഉം മലബാറിലെ 48-ൽ 20 സീറ്റുകളും PSP ആവശ്യപ്പെട്ടു. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് PSP നൽകാൻ തയ്യാറായത് വെറും 13 സീറ്റുകൾ മാത്രമാണ്. RSPയുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പ് ധാരണയുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും അതും ആദ്യമേ പരാജയപ്പെടുകയാണുണ്ടായത്. RSP നേതാവ് ശ്രീകണ്ഠൻ നായർ മന്ത്രിസ്ഥാനവും 31 സീറ്റുകളും ആവശ്യപ്പെട്ടു. ഏതായാലും കേരളത്തിന്റെ പ്രഥമ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ച സമയത്ത് തന്നെ നടന്നു. 102 ജനറൽ സീറ്റുകളും 12 പട്ടികജാതി സംവരണ സീറ്റുകളുമടക്കം 114 മണ്ഡലങ്ങളാണ് അന്ന് കേരള സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്നത്. 12 മണ്ഡലങ്ങൾ ദ്വയാംഗ മണ്ഡലങ്ങളായിരുന്നതിനാൽ 126 പേർ കേരള നിയമസഭയിലേക്ക് ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെടുമായിരുന്നു. ഇതുകൂടാതെ ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെയും ഭരിക്കുന്ന കക്ഷി നാമനിർദ്ദേശം ചെയ്തിരുന്നു. സർക്കാർ രൂപീകരിക്കാൻ 64 പേരുടെ ഭൂരിപക്ഷം അനിവാര്യമായിരുന്നു. ആകെയുള്ള 126 സീറ്റുകളിൽ 100 സീറ്റുകളിൽ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിച്ചത്. 2ഇടത്ത് കോൺഗ്രസിന്റെ തോൽവി ഉറപ്പാക്കുന്നതിനായി PSPയെയും മറ്റു മണ്ഡലങ്ങളിൽ സ്വതന്ത്രരെയും പാർട്ടി പിന്തുണച്ചു. കേരളത്തിന്റെ പ്രഥമ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും തനിച്ച് ഭൂരിപക്ഷം കിട്ടില്ല എന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു PSP നേതാവ് ശ്രീ പട്ടം താണുപിള്ള. തിരുകൊച്ചി നിയമസഭയിൽ പയറ്റിയ തന്ത്രങ്ങളുടെ പ്രായോഗിക പരിജ്ഞാനവുമായാണ് അദ്ദേഹം ഐക്യകേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങിയത്. 1954 തിരുകൊച്ചി നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരെ PSP, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, RSP, KSP എന്നീ പാർട്ടികൾ സഖ്യമുണ്ടാക്കി മത്സരിച്ചു. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ശ്രീ പട്ടം താണുപിള്ള കോൺഗ്രസ് വിരോധം മറന്നു. 19 MLAമാരുണ്ടായിരുന്ന PSPയെ 45 MLAമാരുടെ അംഗബലമുണ്ടായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പിന്തുണയ്ക്കേണ്ടി വന്നു. ശ്രീ പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയായി അധികാരത്തിലേറിയ ആ മന്ത്രിസഭയ്ക്ക് വെറും 11 മാസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിരുകൊച്ചിയിലേതിന് സമാനമായൊരു സാഹചര്യം ഐക്യകേരളത്തിലും ഉണ്ടാകുമെന്ന് തിരുവിതാംകൂറിന്റെ പ്രഥമ പ്രധാനമന്ത്രിയും തിരുകൊച്ചിയുടെ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ പട്ടം താണുപിള്ള കണക്കുകൂട്ടി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയായ PSP 70 സീറ്റുകളിൽ മത്സരിച്ചു. ബാക്കി സീറ്റുകളിൽ RSPയെ പിന്തുണച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നയിച്ചത് ശ്രീ പനമ്പിള്ളി ഗോവിന്ദമേനോനായിരുന്നു. അദ്ദേഹം ജന്മനാടായ ചാലക്കുടിയിൽ നിന്ന് ജനവിധി തേടി. കോൺഗ്രസ് നേതാവായ ശ്രീ PT ചാക്കോ വാഴൂരിൽ മത്സരിച്ചു. വർദ്ധിത വീര്യത്തോടെ തെരഞ്ഞെടുപ്പിന് നേരിട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരവധി പ്രമുഖരായ നേതാക്കൾ മത്സരരംഗത്തുണ്ടായിരുന്നു. സഖാവ് EMS നീലേശ്വരത്ത് നിന്നും, സഖാവ് C അച്യുതമേനോൻ ഇരിങ്ങാലക്കുടയിൽ നിന്നും, സഖാവ് KPR ഗോപാലൻ മാടായിയിൽ നിന്നും, സഖാവ് CH കണാരൻ നാദാപുരത്ത് നിന്നും, സഖാവ് R ശങ്കരനാരായണൻ തമ്പി ചെങ്ങന്നൂരിൽ നിന്നും, സഖാവ് TV തോമസ് ആലപ്പുഴയിൽ നിന്നും, ശ്രീമതി KR ഗൗരിയമ്മ ചേർത്തലയിൽ നിന്നും, സഖാവ് KC ജോർജ് മാവേലിക്കരയിൽ നിന്നും ജനവിധി തേടി. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതോടെ പ്രചാരണം ഉച്ചസ്ഥായിയിലായി. നാടെങ്ങും കൊടിതോരണങ്ങൾ നിറഞ്ഞു. കാളവണ്ടികളും തോണികളുമായിരുന്നു പ്രധാന പ്രചരണ വാഹനങ്ങൾ. ആകെയുള്ള 114 മണ്ഡലങ്ങളിൽ
12 ദ്വയാംഗ മണ്ഡലങ്ങളായിരുന്നു. ദ്വയാംഗ മണ്ഡലങ്ങളിൽ നിന്ന് 2 MLA-മാർ വീതം തെരഞ്ഞെടുക്കപ്പെടുന്നു. ഈ മണ്ഡലങ്ങളിലെ വോട്ടർമാർക്ക് 2 വോട്ടുകൾ ചെയ്യാം. ഒരു വോട്ട് പട്ടികജാതി വിഭാഗത്തിലെ സ്ഥാനാർത്ഥിക്കും മറ്റൊന്ന് പൊതുവിഭാഗം സ്ഥാനാർത്ഥിക്കും. തെരഞ്ഞെടുക്കപ്പെടുന്നവരിലെ ഒരാൾ പട്ടികജാതി വിഭാഗത്തിൽ നിന്നായിരിക്കും. പട്ടികജാതി വിഭാഗത്തിൽ 2ാം സ്ഥാനത്തെത്തുന്ന സ്ഥാനാർത്ഥിക്ക് പൊതുവിഭാഗത്തിലെ സ്ഥാനാർത്ഥിയേക്കാൾ വോട്ടുകളുണ്ടെങ്കിൽ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടും. വർക്കല, തൃക്കടവൂർ, കുന്നത്തൂർ, ദേവികുളം, വടക്കാഞ്ചേരി, ചാലക്കുടി, ചിറ്റൂർ, മങ്കട, മഞ്ചേരി, വയനാട്, പൊന്നാനി, മാവേലിക്കര, നീലേശ്വരം എന്നിവയായിരുന്നു കേരള സംസ്ഥാനത്തെ പ്രഥമ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദ്വയാംഗ മണ്ഡലങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടത്. ആകെ 406 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ചത് ദേവികുളം നിയമസഭാ മണ്ഡലത്തിലായിരുന്നു, 11 പേർ. ഏറ്റവും കുറവ് മഞ്ചേശ്വരത്തായിരുന്നു, ഒരേ ഒരാൾ. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു അത്യപൂർവ റെക്കോർഡിന് മഞ്ചേശ്വരത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ശ്രീ K. ഉമേഷ് റാവു അങ്ങനെ അർഹനായി. എതിർ സ്ഥാനാർത്ഥിയോ മത്സരമോ ഇല്ലാതെ ശ്രീ ഉമേഷ് റാവു കേരള നിയമസഭയിലേക്ക് ഐകകണ്ഠ്യേന തെരഞ്ഞെടുക്കപ്പെട്ടു. ഐക്യകേരളത്തിന്റെ ഭാഗമായിരുന്ന കാസർഗോഡ് താലൂക്കിനെ കർണാടകത്തിൽ ലയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തിയിരുന്ന കർണാടക സമിതിയുടെ നേതാവായിരുന്നു ശ്രീ ഉമേഷ് റാവു. റാവുവിനെ എതിർക്കേണ്ടതില്ല എന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും PSPയും നേരത്തെ തന്നെ ധാരണയിലെത്തിയിരുന്നു. കേരളത്തിന്റെ വടക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ കന്നഡ ദേശീയവാദം പുകഞ്ഞുകൊണ്ടിരുന്ന കാലമായിരുന്നു അത്. പ്രശ്നം തണുപ്പിക്കാൻ ഉമേഷ് റാവുവിനെ എതിർക്കുന്നതിനേക്കാൾ നല്ലത് പിന്തുണയ്ക്കുന്നതാണെന്ന നിലപാടിൽ ഏകാഭിപ്രായമുണ്ടായി. ഈ നിലപാട് ശരിയാണെന്ന് കാലം തെളിയിച്ചു. ഉമേഷ് റാവുവിന് ശേഷം ആരും കേരള നിയമസഭയിലേക്ക് ഐകകണ്ഠ്യേന തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല.